നന്ദി മനോജ് ഡോക്ടറെ. ഇന്ന് നമ്മൾ IFPHന്റെ 1239 പ്രതിദിന സൂം വെബിനാറിലാണ്. ഇന്നത്തെ അതിഥികൾ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും നമ്മളെല്ലാവരും ചേർന്ന് ഇന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് വെച്ചിരിക്കുന്നത്. ആ ചർച്ച വിജയിക്കുന്നതിന് വേണ്ടിയും എല്ലാവർക്കും അത് പ്രയോജനമാകുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ഇന്ന് നമ്മളുടെ വിഷയം ഉയർന്ന യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയിലൂടെ പരിഹാരം എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്. ധനേഷ് ഡോക്ടർ ഇല്ലേ? കാണാം. നന്ദി ഡോക്ടറെ. നമ്മള് കഴിഞ്ഞൊരു ദിവസം ഇതേ വിഷയം ചർച്ച ചെയ്യാനിരുന്നതാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്ന് നമുക്ക് ചർച്ച തുടരാനായില്ല. ഇതിന് മുന്നൊരിക്കലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. എന്നാലും പുതിയ ഡോക്ടർമാരൊക്കെ വേദിയിൽ വരുന്ന സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഒരു വിഷയമായിട്ട് ഈ യൂറിക് ആസിഡിന്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവരും പറഞ്ഞു കേട്ടുള്ള ഒരു അറിവുണ്ട്. എല്ലാവരും പൊതുവെ പേഷ്യൻസ് തന്നെ ഇന്ന് മിക്കവാറും നമ്മുടെ എല്ലാ ക്ലിനിക്കുകളിൽ വരുന്നത് ബ്ലഡ് നോക്കിയിട്ട്, സാറേ യൂറിക് ആസിഡ് കൂടുതലാണ്, എനിക്ക് യൂറിക് ആസിഡിന്റെ അസുഖമാണ്, ഞാൻ ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചു പക്ഷെ കുറയുന്നില്ല, എന്താണ്? പിന്നെ നമ്മളിത് എന്താണെന്ന് അവർ പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നു. കാരണം മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ, അതോ മരുന്ന് കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറുമോ? ഇങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ആൾക്കാരുടെ മനസ്സിൽ ഉണ്ട്. അപ്പൊ തീർച്ചയായും ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്, എവിടെയാണ് യൂറിക് ആസിഡ് ചികിത്സിക്കേണ്ടത്? അത് ബ്ലഡിന്റെ കുഴപ്പമാണോ, കിഡ്നിയുടെ കുഴപ്പമാണോ, ലിവറിന്റെ കുഴപ്പമാണോ, അതോ മറ്റെന്തെങ്കിലും കുഴപ്പമാണോ? ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ രോഗികളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കരളാണ് ശരിയായിട്ടുള്ള മെറ്റബോളിക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കരളിന്റെ ഒരു മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ യൂറിക് ആസിഡ്, അതായത് പ്യൂരിൻ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ യൂറിക് ആസിഡ് ലെവല് നമ്മുടെ ബ്ലഡിൽ കൂടുന്നത്. അതായത് നമ്മുടെ കിഡ്നിക്ക് അത് ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ അത് ശരീരത്തിൽ കെട്ടിക്കിടന്നിട്ട് യൂറിക് ആസിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ യൂറിക് ആസിഡ് ഉയർന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത്, അതിനൊരു റേഞ്ച് പറയുന്നത് 7 വരെ ആകാം. ചില റീഡിങ്ങിലൊക്കെ 6.5 വരെ കാണിക്കുന്നുണ്ട്, ചിലർ 6 പറയുന്നുണ്ട്. പക്ഷേ പല കേസുകളിലും ഒരു 5 ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പോലും നല്ല വേദനകളും നല്ല അസ്വസ്ഥതകളും കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പറയും, ഇത് യൂറിക് ആസിഡിന്റെ അല്ല, മറ്റു പലതും ആയിരിക്കും, അല്ലെങ്കിൽ നീരിളക്കത്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ കാലുവേദനയുടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തലനീരിറങ്ങിയതായിരിക്കും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴ് പുത്തൻ തലമുറയിൽ പൊതുവെ റുമറ്റോളജിസ്റ്റുകളെല്ലാം തന്നെ ഒരു 5 ആയി കഴിയുമ്പോൾ തന്നെ അവരിത് യൂറിക് ആസിഡ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ്, സിംറ്റംസിനാണ്, നമ്മളുടെ ഹോമിയോപ്പതി കൺസെപ്റ്റ് തന്നെയാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് യൂറിക് ആസിഡ് കൂടിയിട്ട് തന്നെ ആവാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുതിയൊരു ട്രീറ്റ്മെന്റ് സിസ്റ്റം. ഈ ബുക്കിലുള്ള അല്ലെങ്കിൽ റിസൾട്ടിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ യൂറിക് ആസിഡ് കൂടിയില്ലെങ്കിൽ പോലും അപ്പൊ ഇതിന് പ്രധാനമായിട്ട് രോഗികൾ വരുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്, സാധാരണ നമ്മളെല്ലാവരും കൈയുടെ വിരലുകളിലോ അല്ലെ കാലിന്റെ വിരലുകളിലോ വേദന വരുന്നതിനെയാണ് ഇത് ഇങ്ങനെ കാണുന്നത്. പക്ഷെ അവിടെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നീർക്കെട്ടുണ്ടാകുകയും വേദന ഉണ്ടാകുകയും ചെയ്യാം. പ്രധാനമായിട്ടും നടുവിന് വേദന ഉണ്ടാകാം, അത് കാലിലോട്ട് ഇറങ്ങി വരാം, പുരുഷന്മാരുടെ വൃഷണത്തിലോട്ട് വരെ ആ വേദന വ്യാപിക്കാം, നമ്മുടെ ലിംഗത്തിലോട്ട് വരെ അത് വ്യാപിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത പോലും ഈ യൂറിക് ആസിഡ് ഉള്ള കേസുകൾ കണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മളത് സാധാരണഗതിയിൽ തലനീറിറങ്ങിയതാവാം, അതല്ലെങ്കിൽ നീർക്കെട്ട് കൊണ്ടുണ്ടായതാവാം എന്നൊക്കെ പറഞ്ഞ് തടിത്തപ്പാറുണ്ട്. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. ഇങ്ങനെ കൂടുമ്പോഴും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലും യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ സാധാരണ സിംറ്റംസ് പറയുമ്പോൾ അല്ലെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയാണ്. അപ്പൊ അത് റുമറ്റോയ്ഡ് ആർത്തറിറ്റ്, അതുപോലെ സന്ധിവാദമാണോ എന്ന് ചോദിച്ചാൽ അതല്ല,
സന്ധിവാതം എന്ന് പറയുമ്പോൾ സാധാരണ വലിയ ജോയിന്റുകളിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് അതല്ല, ചെറിയ ചെറിയ ജോയിന്റുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുണ്ടാകുകയും നല്ല പെയിൻ ഉണ്ടാകും. ചെറിയ ജോയിന്റുകളാകുമ്പോൾ അവിടെ കൂടുതൽ വേദന ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ ഗൗട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ചെറിയ വിരലുകളുടെ ബോണുകളുടെ അല്ലെ ജോയിന്റുകളുടെ ഇടയിൽ അവിടെ നീർക്കെട്ടുണ്ടായിട്ട് അവിടെ കാൽസ്യം ഡിപ്പോസിറ്റ് പോലെ ഉണ്ടാകുന്ന രീതിയിൽ തടിപ്പുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കാലിന്റെ വിരലുകളുടെ ജോയിന്റ്സിന്റെ ഇടയിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ വലിയ ഒരു ജോയിന്റിൽ ഉണ്ടാകുന്ന വേദനയിലും കൂടുതലായിരിക്കും ഇതിന്റെ വേദന. അപ്പൊ ഇങ്ങനെയുള്ള വേദനകൾ ഉണ്ടാകാം. ഇത് കൂടാതെ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു പനിയുടേത് പോലുള്ള ലക്ഷണങ്ങൾ, അതായത് ഛർദിൽ ഉണ്ടാകാം, ഗ്യാസ് ഉണ്ടാകാം, അടിവയറ് വേദന ഉണ്ടാകാം. അങ്ങനെ മറ്റുള്ള എല്ലാ ലക്ഷണങ്ങളും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള ഓരോ പേഷ്യന്റ് വരുമ്പോഴും നമ്മൾ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും, പിന്നെ നമ്മളുടെ ഹോമിയോപ്പതി കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന 2 ഓർഗൻസ് എന്ന് പറയുന്നത്, ഒന്ന് ലിവറാണ്, 2 കിഡ്നിയാണ്. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ ഒരുപോലെ ആക്ഷൻ വരുന്ന മെഡിസിൻസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. കാരണം യൂറിക് ആസിഡ് ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് ലെവൽ ബ്ലഡിൽ കൂടുമ്പോൾ അത് ഫിൽറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കിഡ്നിക്കാണ്. അപ്പൊ കിഡ്നി അതിലൂടെ ശരിയായ രീതിയിൽ ഇത് പ്രവർത്തിക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഈ യൂറിക് ആസിഡിന്റെ അംശം മൂത്രത്തിലൂടെ പോകാറുണ്ട്, അമോണിയ ആ രീതിയിലൊക്കെ പോകാറുണ്ട്. അപ്പൊ തീർച്ചയായും ഈ 2 ഓർഗൻസിലും ആക്ഷനുള്ള മെഡിസിൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രയോണിയ, ഫോസ്ഫറസ്, ലൈക്കോപോഡിയം, ചെലിഡോണിയം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബെറിബേറിയസ് വൾഗാരിസ്, ഇങ്ങനെയുള്ള കുറെ മെഡിസിൻസ് അതിന്റെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്രോണിക് കേസ് എങ്ങനെയാണോ എടുക്കുന്നത് ആ രീതിയിൽ തന്നെ കേസ് എടുത്തിട്ട് ആ കറക്റ്റ് റെമഡി കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ നമ്മളൊരു യൂറിക് ആസിഡ് എന്നുള്ളതിലുപരി ആ രോഗിയുടെ ഭാവിയിൽ വരാനിരിക്കുന്ന റൊമറ്റോയിഡ് ആർത്തറൈറ്റിസും അതുപോലുള്ള മറ്റു രോഗങ്ങളും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അപ്പൊ എന്തായാലും കേസ് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഇംഗ്ലീഷ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ പേഷ്യന്റ് വരുമ്പോഴും അയാൾ എന്തൊക്കെ പറയുന്നു, അതിന്റെ എന്തൊക്കെ സാധ്യതകളുണ്ട്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ അയാൾ പറയുന്നുണ്ട്, നമ്മളുടെ മുമ്പിൽ അയാൾ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ചിലർ പറയും പക്ഷെ എനിക്ക് വേദനയാണ്, പക്ഷെ രാവിലെ ഒരടി കാല് കുത്താൻ പറ്റില്ല. പലരും പറയുന്നത് ഉപ്പൂറ്റിക്കാണ് കൂടുതൽ വേദന, പക്ഷെ കൂടുതൽ പേരും പറയുന്നത് പാദത്തിന്റെ മുകളിലാണ്. അതുപോലെ തന്നെ സ്ഥിരം നടുവേദന പറയുന്ന കേസുകളിൽ നമ്മൾ മറ്റു പല കാരണങ്ങൾ നമ്മൾ ഉടനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ലേഡീസിനാണെങ്കിൽ അവർക്ക് നട്ടിൽ ഫൈബ്രോയിഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വേദന വരുന്നുണ്ട്. പക്ഷെ ബോണിനും ചിലപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലെല്ലാം തന്നെ യൂറിക് ആസിഡിന്റെ പ്രോബ്ലംസ് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഏത് കേസ് വരുമ്പോഴും ആ കേസിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിലൂടെ കറക്റ്റ് മെഡിസിൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതിന് ചില ഭക്ഷണക്രമങ്ങൾ നമുക്കറിയാം. യൂറിക് ആസിഡ് കണ്ടീഷൻ കൂടുമ്പോഴത്തേക്ക് സാധാരണ ഈ പേഷ്യൻസ് കൂടുതലും ഈ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ഡൈയൂററ്റിക്സ് കഴിക്കാറുണ്ട്, മൂത്രം ശരിക്കും പോകാൻ വേണ്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് പോവുകയും ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും ചിലപ്പോൾ സെല്ലുകളിൽ ഈ ഡൈയൂററ്റിക്സിന്റെ ഉപയോഗം കൊണ്ട്. അതുകൊണ്ട് തന്നെ അത് യൂറിക് ആസിഡ് കൂടുന്നതിന് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള മെഡിസിൻസ് രോഗി എന്തെല്ലാം മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം. നമുക്ക് അതിനെല്ലാം തന്നെ മൂത്രം പോകുന്നതിനും ഓരോ കാര്യത്തിലും മെഡിസിൻ കണ്ടുപിടിക്കാവുന്നതാണ്. അതുമൊക്കെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭക്ഷണവും നമ്മൾ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. ഓവറായിട്ട് ഉള്ള ഹാർഡായിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കാൻ പാടില്ല. നോൺ വെജിറ്റേറിയൻ ഡയറ്റ് പരമാവധി കുറയ്ക്കുക. അതായത് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് രോഗികൾ കോംപ്രമൈസ് ചെയ്തൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് മിനിമം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയില്ലെങ്കിലും എല്ലാം ഒന്ന് കുറയ്ക്കാൻ അവരോട് അതായത് ഓരോ രോഗികൾ
ചില സാധനങ്ങളോട് അവർക്ക് പ്രത്യേക ഒരു ആർത്തി പോലെയോ അല്ലെ കഴിക്കാൻ ഭയങ്കര കൂടുതൽ താല്പര്യം കാണിക്കും. ആ സാധനങ്ങൾ അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. ചിലർക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്, ചിലർക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പൊ അത് നിങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള അഡ്വൈസ് എങ്കിലും നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ പലരും വിചാരിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഈ ഫുഡ് ഒഴിവാക്കണം, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി ഈ രോഗത്തിന് എന്തുകൊണ്ട് അത് പറ്റില്ല എന്നുള്ളത് നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നിലും മുന്നോട്ട് പോകാൻ. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നല്ലപോലെ വെള്ളം കുടിക്കുന്നത് നമുക്ക് നന്നായിരിക്കും, പക്ഷെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു കാരണവശാലും കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വെള്ളം കുടിച്ചാൽ അത് ചിലപ്പോൾ മറ്റു രീതിയിൽ ദോഷങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ LFTയും RFTയും ഒരുപോലെ ഈ ഇതുപോലുള്ള കേസുകളിൽ നോക്കുകയും ഇടയ്ക്ക് ഒരു USG സ്കാനിങ് ചെയ്ത് ഇതിന്റെ ഈ രണ്ട് അവയവങ്ങളുടെയും പ്രവർത്തനത്തിലുള്ള അല്ലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ചില പേഷ്യൻസിന് ചിലപ്പോൾ സിറോസിസോ അതല്ലെങ്കിൽ കിഡ്നിയിൽ പോളിസിസ്റ്റിക് കിഡ്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കുകയും ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ സാധാരണ എല്ലാവർക്കും അറിയാം ബ്ലഡിന്റെ റൂട്ടീൻ ചെക്കപ്പും അതുപോലെ മറ്റ് ചെക്കപ്പുകളും എല്ലാം നമ്മൾ നിരന്തരം നടത്തണം. ഇത്രയൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടറെ. യൂറിക് ആസിഡിനെ കുറിച്ച് വിശദമായിട്ട് ധനേഷ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ആർത്രൈറ്റിസ് പോലെ യൂറിക് ആസിഡ് ജോയിന്റിൽ ക്രിസ്റ്റൽസ് ആയിട്ട് കിടന്ന് ഗൗട്ട് എന്ന ലക്ഷണവും അതേപോലെ തന്നെ കിഡ്നിയിൽ വന്ന് കിഡ്നി സ്റ്റോണും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളുടെ അടുത്ത് വരുന്നത് യൂറിക് ആസിഡിന് മരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും പരിശോധിച്ചിട്ട് തന്നെയാണ് മിക്കവാറും നമ്മുടെ അടുത്ത് വരാറുള്ളത്. ഇതിൽ നമ്മൾ കഴിക്കേണ്ടാത്ത സാധനങ്ങൾ ആണ് കൂടുതൽ അവർ ചോദിക്കുന്നത് നമ്മളോട്. അതായത് കൂടുതൽ ആൽക്കഹോളും പിന്നെ അതുപോലെ ഫ്രക്ടോസ് ചേർന്നിട്ടുള്ള കൂടുതൽ ഭക്ഷണങ്ങളും സോഡ, റെഡ് മീറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ C ചെന്നിട്ടുള്ള ഫ്രൂട്ട്സ് കുഴപ്പമില്ല. അത് നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ, പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും കുഴപ്പമില്ല. പിന്നെ പൊതുവെ നമ്മൾ ആപ്പിൾ പ്രശ്നമില്ല. മധുരം കുറയ്ക്കണമെന്നുള്ളത് പറയണം. അതുപോലെ ഗ്രീൻ ടീയും കോഫിയും നല്ലതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതേപോലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഇതിൽ അനുഭവമുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് ഈ യൂറിക് ആസിഡിന്റെ അവരവരുടെ അനുഭവങ്ങൾ, ചികിത്സാനുഭവങ്ങൾ ഒന്ന് വിവരിക്കണം. ഷഫീഖ് ഡോക്ടറെ, ഡോക്ടറുടെ അനുഭവങ്ങളൊന്ന് പറയും. ഡോക്ടറെ, ഞാൻ ട്രാഫിക്കിന്റെ ഇടയിലാണ്, വണ്ടി. ശരി ശരി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹരിഹരൻ ഡോക്ടറോ ആരെങ്കിലും ഒന്ന് ഹരിഹരൻ ഡോക്ടർ ഉണ്ടല്ലോ. സരിത് കുമാർ ഡോക്ടറെ, നമ്മളിവിടെ യൂറിക് ആസിഡിന്റെ അമിതമായി യൂറിക് ആസിഡ് കൂടുന്ന കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഹോമിയോപ്പതി മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറുടെ അനുഭവങ്ങളൊന്ന് പറയാവോ യൂറിക് ആസിഡ് ട്രീറ്റ്മെന്റിൽ? അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാം. കേക്കാവോ? ഇല്ല. കുറുപ്പ് സാർ വന്നിട്ടില്ലേ? എന്തോ? കുറുപ്പ് സാർ വന്നിട്ടില്ലേ ഇന്ന്? സാർ കണ്ടിട്ടില്ല. ദേവരാജ് എത്തിയിട്ടില്ല. മറ്റുള്ളവർ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊന്ന് പറയുന്നത് നന്നായിരിക്കും. അത് ഒരു
ചെറിയ വിഷ്ണുരാജൻ ഡോക്ടർക്ക് സംസാരിക്കാവോ? സാറിന്റെ അനുഭവങ്ങൾ പറയാവോ സാർ? സാർ സാധാരണ യെസ്, ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്യാം സാർ. അറിയാതെ ഒന്ന് കൈ. യെസ് സാർ. ഞാൻ സാധാരണ യൂറിക് ആസിഡിന് കൊടുക്കാറുള്ളത് അർട്ടിക്ക യൂറൻസ് ടീഞ്ചർ 10 തുള്ളി വീതം 3 നേരം, പിന്നെ കോൾച്ചിക്കം 3x രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ആസിഡ് ബെൻസ് 30 കാലത്തും വൈകിട്ടും, പിന്നെ പെയിൻ കൂടുതലുണ്ടെങ്കിൽ റൂട്ടൈം കൊടുക്കും. എനിക്ക് ഇത്രയും കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറ്റും പറഞ്ഞു കൊടുക്കും. നേരത്തെ പറഞ്ഞ കണക്കുള്ള ഡയറ്റും പറഞ്ഞു കൊടുക്കും. ഇത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റൂട്ട് ഏത് പൊട്ടൻസി ഡോക്ടർ? 200. സാർ ഈ റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസും ഇതിലും സാർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് സെയിം പ്രാക്ടീസ് തന്നെയാണോ? മെർക്സോള് 0/3 കൊടുക്കാറുണ്ട്, പൾസറ്റില 0/3, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ട്. അതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. എനിക്ക് ഈയിടെ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറയാം. കൂടുതലും ഈ തള്ളവിരലിന്, കാലില് തള്ളവിരലിന് വേദനയായിട്ടാണല്ലോ യൂറിക് ആസിഡിന്റെ തുടങ്ങുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ലഡം കൊടുത്ത് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈയിടെ ഒരു അബുദാബിയിൽ നിന്നൊരു പേഷ്യന്റ് ഇതുപോലെ തള്ളവിരലിന് വേദനയാണ്, യൂറിക് ആസിഡ് കൂടുതലുണ്ട്, എന്തെങ്കിലും മരുന്ന് തരാമോ എന്ന് ചോദിച്ചു. ലഡം 200 ആണ് ഞാൻ കൊടുത്തത്. അവര് അവിടെ ചെന്ന് മരുന്ന് കഴിച്ചിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞെന്ന്, ഇതെന്ത് നല്ല മരുന്നാണ്, ഒരു ഡോസ് കഴിച്ചതേ വേദന പോയെന്ന്. അങ്ങനെ ഒരു സന്തോഷം, ഒരു നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. ചേർത്തലയിലുള്ളൊരു പേഷ്യൻ്റാണ്. അല്ല, അത് തീർച്ചയായിട്ടും പെയിൻ, അസെറ്റിക് ടൈപ്പ് ഓഫ് പെയിൻ, ആ ഒരു സിംറ്റം ആണല്ലോ ലഡത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്. നല്ല ഗുണം കിട്ടുന്നുണ്ട്. ലഡം 200 നല്ല ഗുണം കിട്ടുന്നുണ്ട്. യൂറിക് ആസിഡ് പൊതുവെ നമ്മളെല്ലാം പ്രിജഡിസ് ആയതുകൊണ്ട് ലഡം എന്ന് കേൾക്കുമ്പോഴേ ഈ ആക്സിഡന്റ് മുറിഞ്ഞൊക്കെ കഴിയുടെ അങ്ങനെയാണ് പല ആൾക്കാരും അതിനെ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് റിസൾട്ട് കിട്ടും. മറിയാമ്മ ഡോക്ടർ പറഞ്ഞ പോലെ കാലിന്റെ താഴെ വിരലുകൾക്ക് വേദന ഉണ്ടായി അത് കാലിലോട്ട് മേലോട്ട് കയറി വരുന്നു എന്ന് പറഞ്ഞാൽ, ആ മേലോട്ട് കയറി വരുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോന്നിനും ഇതുപോലെയുള്ള ചില സ്പെസിഫിക് സിംറ്റംസ് ഉണ്ട്. അത് നമ്മൾ ക്യാച്ച് ചെയ്താൽ നമ്മുടെ മെഡിസിൻ വളരെ കറക്റ്റ് ആകും. ഇതുപോലെ രോഗികൾ അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറയും, ഒറ്റ ഡോസ് ഹോമിയോ മരുന്ന് കഴിച്ചപ്പോഴേ ആ ഡോക്ടർക്ക് നല്ല കൈപുണ്യമാണ്. ഇതാ അവിടെയാണ് കൈപുണ്യമാണോ അതോ നോളജ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ നോളജ് തന്നെയാണ് വിന്നർ. മറ്റുള്ളവര് ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ ഇത് ആക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ? കേൾക്കാമോ? കേൾക്കാം. ഈ അമോണിയം ഗ്രൂപ്പ്, ഈ ഒരു യൂറിക് ആസിഡിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് അമോണിയം ഗ്രൂപ്പ് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്, ഇത്തിരി തടിച്ചവരിലൊക്കെ ആണെങ്കിൽ. അതേ സമയത്ത് അതിൽ തന്നെ അമോണിയം സോസിനാണ് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ബെറൈറ്റ ഗ്രൂപ്പും നല്ലതാണ്. പക്ഷെ അതിൽ ബെറൈറ്റ മ്യൂറിനാണ് അതില് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് 6, പിന്നെ ആർട്ടിക്ക യൂറൻസ് ടീഞ്ചർ, അത് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് സ്മെല്ലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആസിഡ് ബെൻസും കോൾച്ചിക്കും കൊടുക്കും. പിന്നെ ഹെഡിയോമ ഒരു 3x ആണ് ഞാൻ കൊടുക്കാറ്, TDS ആയിട്ട്. പിന്നെ ഓക്സലേറ്റ് സ്റ്റോൺ ആണെങ്കിൽ
കാൽസ്യം ഗ്രൂപ്പ് നല്ലതാണ്. അതിൽ തന്നെ കാൽസ്യം ഓക്സലേറ്റ് ആണ് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് തോന്നാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലിത്തിയം കാർബ് ഇപ്പൊ മറിയാൻ പറഞ്ഞില്ലേ, വിരലിന് വേദനയുണ്ടെന്ന് പറയുന്നില്ലേ, അങ്ങനെ വരുമ്പോൾ ലിത്തിയം കാർബ് വളരെ ഇഫക്റ്റീവായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഓസിമം സി, ഇത്രയൊക്കെയുള്ള ആസിഡ് ഓക്സാലിക്, നാട്രമൂറ്, പിന്നെ നാട്രമൂറ് ഒക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്റെ പെറ്റ് കിടന്ന് ഒച്ചെടുത്ത് പാലുകാരൻ വന്നതാ. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഓക്കെ, ഹലോ, കേൾക്കണില്ലേ? മാഡം കേക്കാം. ഓക്കെ. എന്റെ പെറ്റ് വല്ലാതെ ഉദയണു. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. മറിയമ്മ ഡോക്ടർ സരിത് കുമാർ ഡോക്ടർ പറയാൻ റെഡിയായിരിക്കുകയാണ്. സരിത് കുമാർ. ഇങ്ങനെ വരുമ്പോ ഈ ലൈക്കോപോഡിയം 10 ഒരു 10 ദിവസം ഇടവിട്ട് 2 ഡോസ് കൊടുക്കും. പിന്നെ ലിഥിയം കാർബ് 200 അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും, 3 നേരമൊക്കെ ആയിട്ട്. പിന്നെ കാൽക്കേരിയ ഫ്ലോറ്, പിന്നെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ലഡം 200, അർട്ടിക്ക യൂറിൻ സ്റ്റിഞ്ചർ ഒക്കെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് യൂറിക് ആസിഡ് കൂടുതലുള്ളപ്പം മിക്കവാറും മുട്ടിനൊക്കെ നീര് കാണും കൂടുതലായിട്ട്. അപ്പൊ അതൊരു വാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പിസ് 200 താൽക്കാലിക ആശ്വാസത്തിന് കൊടുക്കാൻ പറ്റും, താൽക്കാലിക ആശ്വാസം. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് ബെർബറിസ് വൾഗാരിസ് സ്റ്റിഞ്ചറും ഒക്കെ കൊടുക്കാം തൽക്കാലം കേസ് പിടിച്ചു നിർത്താനായിട്ട്. ഈ പല മാഡമൊക്കെ പറഞ്ഞതുപോലെ ലിഥിയം കാർബിന് നല്ല ആക്ഷൻ ഉണ്ട്. ലിഥിയം കാർബിന് റീനൽ സ്റ്റോൺ മാറ്റാനും നല്ല മെഡിസിനാണ്. റീനൽ സ്റ്റോൺ മാറ്റാനായിട്ട് നമുക്ക് ലൈക്കോപോഡിയം 10 ഒരു 10 ദിവസം ഇടവിട്ട് കൊടുത്തിട്ട് ലിഥിയം കാർബ് 200 4 ഗുളിക 3 നേരം. അതോടൊപ്പം തന്നെ ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ ഒരു 10 തുള്ളി രാവിലെ രാത്രിയിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിക്കവാറും സ്റ്റോണൊക്കെ അതെവിടെയാണെങ്കിലും കുറെ സ്റ്റോണെല്ലാം അലിഞ്ഞില്ലാതായിട്ട് പോകും. യൂറിക് ആസിഡ് പ്രത്യേകമായിട്ടായിരിക്കുകയല്ലേ കൂടുതൽ ആളുകളും വരുന്നത്, സ്റ്റോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ മെഡിസിനാണ് ഞാൻ പറഞ്ഞത്. ലൈക്കോപോഡിയം 10 ഒരു 10 ദിവസമോ 15 ദിവസമോ ഇടവിട്ട് ബേസിക് ആയിട്ട് കൊടുക്കുക. ലിഥിയം കാർബ് 200 ഹൈഡ്രാഞ്ചിയ ടിഞ്ചറും കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റോണുകളൊക്കെ ഇല്ലാതായിട്ട് പോകുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പിന്നെ ഓരോന്നിങ്ങനെ നോക്കി, ഞങ്ങളുടെ ഇവിടെയൊക്കെ ചില ഗ്രാമപ്രദേശങ്ങളല്ലേ, എല്ലാം ലാബറട്ടറി നോക്കിയിട്ടല്ല, മിക്കവാറും വാദത്തിന്റെ കേസുകൾ ഒരുപാട് വരാറുണ്ട്. പ്രത്യേകിച്ചും ഈ കണ്ടത്തിന്റെയും ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവർക്കെല്ലാം പൊതുവായിട്ട് റെസ്റ്റോക്സും പ്രയോണിയും ഒക്കെ നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. അതോടൊപ്പം യൂറിക് ആസിഡ് പ്രത്യേകം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ അർട്ടിക്ക യൂറിൻസ് 2-3 ഡോക്ടർമാര് സാർമാർ പറഞ്ഞത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, നന്ദി ഡോക്ടറെ. ഈ ലിഥിയം കാർബ് 200 എത്ര നേരം കൊടുക്കുന്ന, ദിവസവും കൊടുക്കുന്നോ? 4 ഗുളിക 3 നേരം. അത് ഏത് സ്റ്റോണിന് നമുക്ക് വളരെ എഫക്റ്റീവ് ആണ്. ഹരിഹരൻ സാർ വന്നിട്ടുണ്ട്. ഹരിഹരൻ സാർ. അതുപോലെ സാൾസപ്പരില നമുക്ക് യൂറിക് ആസിഡിന് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ മെഡിസിനാണ് ടിഞ്ചർ. നന്ദി. ഹരിഹരൻ സാർ. ഞാന് സാധാരണ ഇത് ട്രീറ്റ് ചെയ്യുന്ന കേസുകളാണ്. അതിൽ എൻ്റെ ഒരു അപ്രോച്ച് നിങ്ങൾ പറയുമ്പം എല്ലാവരും പറയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു 80% എനിക്ക് ഫലവത്തായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഫിസിക്കൽ ജേണലിലും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മളൊരു മെഡിസിൻ ഞാൻ പോളിക്രസ്റ്റിലാണ് സാധാരണയായിട്ട് എത്തിച്ചേരുന്നത്. സാധാരണയായിട്ട് ആ പോളിക്രസ്റ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എനിക്ക് ഒരുമാതിരി അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രയാസമില്ല. അതിന്റെ കേസ് ടേക്കിംഗ് ഇതുണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ച് എടുത്തു കഴിയുമ്പോൾ എനിക്ക് മെഡിസിൻ കിട്ടും, ഞാനത് കൊടുക്കും. അങ്ങനെ എനിക്കത് നല്ല ആശ്വാസമാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ ക്രോണിക് ഡിസീസ് ചികിത്സിക്കുമ്പോൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എടുത്ത് കൊടുത്താൽ പോലും ചിലപ്പം അക്യൂട്ട് എക്സാസർബേഷൻസ് വരും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഈ അക്യൂട്ട് എക്സാസർബേഷൻ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം.
അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് ഈ സ്മാൾ ജോയിന്റ്സിലാണ് അത് വരുന്നെങ്കിൽ ഞാൻ ആക്ടിയാസ് പിക്കറ്റ് ആവും. അതായത് കൈയുടെയൊക്കെ സ്മാൾ ജോയിന്റ്സിലാണെങ്കിൽ ആക്ടിയാസ് പിക്കറ്റ് ആണ് ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നത് എഡിമ ഉണ്ടെങ്കിൽ, അതായത് അവിടെ തന്നെ ഇഡിമ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പിസ് 3x പറഞ്ഞാണെന്ന് തോന്നുന്നു, ഏതോ ഡോക്ടർ പറഞ്ഞാണ് 5 drops TDS വെച്ച് കൊടുക്കും. ഇതെല്ലാം എക്സാസർബേഷൻ ആണ് കൊടുക്കുന്നത്. എന്നാൽ എക്സാസർബേഷൻ കൊടുക്കുന്നത് മാത്രമേ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്താലേ സാധാരണ അത് ഫലവത്താവാറുള്ളൂ. പിന്നെ അടുത്തെന്താ വെച്ചാൽ നംബിനെസ് ആൻഡ് നൈറ്റ് പെയിൻ വിത്ത് സെൻസിറ്റീവ്നെസ് ആണെങ്കിൽ ഞാൻ കമോമില 1/3 ഡോസ് കൊടുക്കും, ഇല്ലെങ്കിൽ കമോമില 0/3 കൊടുക്കും. ഡിപ്പെൻസ്, അതാ സമയത്തുള്ള ഇതനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഗൗട്ട് വിത്ത് സ്വെല്ലിംഗ് ഓഫ് ഫിംഗർ ജോയിന്റ്സിലാണെങ്കിൽ കോൾച്ചിക്കം മറന്നു പോകരുത്. കോൾച്ചിക്കം ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ നമ്മൾ യൂറിക് ആസിഡ് നോക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ മറ്റു ഡോക്ടർമാർ പറഞ്ഞ കണക്ക് അർട്ടിക്ക യൂറിൻസ് കൊടുക്കാം. പക്ഷെ ആ അർട്ടിക്ക യൂറിൻസ് ഒന്നില്ലെങ്കിൽ ഷാബയുടെ ആയിരിക്കണം, അല്ലെങ്കിൽ SBLന്റെ ആയിരിക്കണം. നമുക്ക് അതൊക്കെ ഒരു അക്യൂട്ട് റെമഡി എന്നുള്ള നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു യൂറിക് ആസിഡിന്റെ മെഡിസിൻ ട്രൈമീഥൈലാണ്. ട്രൈമീഥൈൽ പൊട്ടൻസി 200 നല്ലതാണ്. ട്രൈമീഥൈൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കും. പിന്നെ അത് ഈ പെയിൻ ഇൻ ഹെഡ് ആൻഡ് ഫീറ്റ് വരുവാണെങ്കിൽ മെഡിസിൻ പെയിൻ ഇൻ ഹീൽ ആൻഡ് ഫീറ്റ്, കാലിന്റെ ഉപ്പുറ്റിക്കും ഫീറ്റിനുമായിട്ട് വരുവാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ് ബെസ്റ്റ് മെഡിസിൻ, ടാർട്ടാറിക് ആസിഡ്. പിന്നെ ഗ്രേറ്റ് ടോയില് ഇഡിമായും പെയിനുമായിട്ട് വരുന്നെങ്കിൽ യൂപ്പിട്ടോറിയം കൊടുക്കാം, യൂപ്പിട്ടോറിയം. പിന്നെ പെയിൻ ഓഫ് എൽബോ ആൻഡ് നീ ജോയിന്റ് വിത്ത് സ്വെല്ലിംഗ് അങ്ങനെ വരികയാണെങ്കിൽ സലിസിലിക് ആസിഡ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. അതും 200 പൊട്ടൻസിയാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ഗൗട്ട് അസോസിയേറ്റഡ് വിത്ത് ഡയബറ്റീസിലുള്ള പേഷ്യൻ്റ് ഇങ്ങനെ വേദനയായിട്ട് വരികയാണെങ്കിൽ അതിന് ഫേസിയോളസ് ബെസ്റ്റ് മെഡിസിൻ ആണ്. ഫേസിയോളസ് ഡയബറ്റീസിന്റെ ഒരു മരുന്നാണ്. അതുകൂടാതെ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടും കൂടെ വരുന്നതിന് ഫേസിയോളസ് നല്ല മെഡിസിൻ ആണ്. പിന്നെ ഡിഫോമിറ്റി വരും, കുറച്ചുനാൾ കഴിയുമ്പം ഈ ജോയിന്റിന് ഡിഫോമിറ്റി വരും, വളഞ്ഞു വരും, വിരലൊക്കെ വളഞ്ഞിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ പിക്രിക് ആസിഡ് ഇസ് ദ മെഡിസിൻ, പിക്രിക് ആസിഡ്. പിന്നെ ഈ സിംറ്റമാറ്റിക്കലി നമുക്ക് ബ്രയോണിയയോ റെസ്റ്റോക്സോ, പിന്നെ ഈ പൾസാറ്റിലയുടെ ഒരു മെയിൻ സിംറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ കൈക്ക് വേദന, പിന്നെ കാൽവേദന, അതായത് ഇങ്ങനെ മാറി മാറി വേദന വരിക. അത് നമുക്കറിയാമല്ലോ പൾസാറ്റിലെ സിംറ്റം. അങ്ങനെയാണെങ്കിൽ പൾസാറ്റില നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം എക്സാസർബേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഈ സാധാരണയായിട്ട് എൻ്റെ കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരാറുള്ളത് കാൽക്കേരിയ, സിലീഷ്യ, ഫോസ്ഫറസ്, ഈ 3 മെഡിസിനാണ് സാധാരണഗതിയിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ വരാറുള്ളത് എന്ന് വിചാരിച്ച എല്ലാത്തിനും ഇല്ല. പിന്നെ സ്ട്രെപ്റ്റോകോക്സിൻ വണ്ണം ഞാൻ ചിലപ്പം ഇൻട്രക്കറന്റ് ആയിട്ട് കൊടുക്കാം. സ്ട്രെപ്റ്റോകോക്സിൻ വണ്ണം ഇൻട്രക്കറന്റ് ആയിട്ട് കൊടുക്കും. പിന്നെ വൈറ്റമിൻ ഞാൻ നോക്കിക്കും. വൈറ്റമിന് മിക്കവാറും ഡിയുടെ ഡെഫിഷ്യൻസി ചില ആൾക്കാരിൽ കാണാറുണ്ട്. അത് അറിയാമല്ലോ, ഡി ഡെഫിഷ്യൻസി വന്നാൽ കാൽസ്യം മെറ്റബോളിസം ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴും നല്ല റിലീഫ് കിട്ടും. പിന്നെ വരുന്നത് ഈ യൂറിന്റെ സ്മെല്ല് നോക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്മെല്ല് ഉണ്ടല്ലോ യൂറിൻ, അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ യൂറിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ തന്നെ ഈ ബെൻസോയിക് ആസിഡിന്റെ എന്താ ഒരു ഫ്രൂട്ടി സ്മെല്ലല്ലേ, അതേസമയം ചില ആൾക്കാരുടേത് ഫിഷി സ്മെല്ലാണ്. അങ്ങനെ ആ സ്മെല്ല് വെച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇതെല്ലാം കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് വെച്ചുകൊണ്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ യൂറിക് ആസിഡ് ഇങ്ങനെ കൂടുന്നതുമ്പം അതിന്റെ കാര്യം
ഈ അസിഡിറ്റി ബ്ലഡിൽ pH കൂടിയിരിക്കും, ഇവരുടെ pH വളരെ കൂടിയിരിക്കും. അല്ല ആസിഡ് pH അസിഡിറ്റി കൂടുതലിരിക്കും. അത് നമ്മൾ ആൽക്കലൈനിലേക്ക് വരാനായിട്ട് ഫുഡിൽ ഒരു ശ്രമം നടത്തണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് അലോപ്പതിക്കാർ കഴിക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ സാധാരണയായിട്ട് ഫ്രൂട്ട്സും കുമ്പളങ്ങ നീര് രാവിലെ ഞാൻ കുടിക്കാൻ പറയും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ. രാവിലെ കുമ്പളങ്ങ നീര്. അതുപോലെ തന്നെ അസിഡിറ്റി കൂടുതലാക്കിയിട്ടുള്ള ഈ കോഫി, ടീ, അതുപോലെ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഈ നോൺ വെജ് എന്ന് പറയുന്ന സാധനം അസിഡിക്കാണ്, അസിഡിറ്റി കൂട്ടും. ഈ അടുത്ത കാലത്ത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എൻ്റെ കൂടെ. അപ്പൊ അയാള് വന്നപ്പോ എൻ്റെ അയാൾ നേരത്തെ എൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒക്കെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് കേസ് എടുത്ത് മെഡിസിനൊക്കെ കൊടുത്തു വിട്ടു. അന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഞാൻ ഫോസ്ഫറസോ മറ്റോ ആണ് കൊടുത്തത്. അങ്ങനെ അയാളെ പിന്നെ കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒക്കെ അയാൾ വന്നപ്പോൾ അയാൾ പിന്നെ യൂറിക് ആസിഡ് പേഷ്യൻ്റ് ആയിട്ട് അതിൻ്റെ ഒക്കെ വന്ന് പിന്നെ ക്രിയാറ്റിനും ഒക്കെ കൂടി യൂറിക് ആസിഡ് ആയിട്ട് വന്നു. അപ്പോൾ ഇപ്പൊ അയാൾക്ക് ഡയബറ്റീസിനല്ല മരുന്ന് വേണ്ടേ, ഇതിനാണ് മരുന്ന് വേണ്ടത്. ക്രിയാറ്റിനും മരുന്ന് വേണം, ഈ യൂറിക് ആസിഡ് ലെവല് ഒന്ന് ഡിക്രീസ് ചെയ്ത് തരണം. അപ്പൊ ഞാൻ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ എന്താ അയാൾ പറഞ്ഞതെന്നറിയാമോ? ഇയാള് ഈ ഡയബറ്റീസിന് ചികിത്സയുണ്ടെന്നും പറഞ്ഞൊരു ഡയറ്റീഷ്യൻ്റെ ഒക്കെ പോയി ഒരു സ്ഥാപനത്തിലാണ് പോയത്. ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. ആ സ്ഥാപനത്തിന്റെ അന്ന് അയക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ അയാൾ മെലിഞ്ഞിട്ടാണ്. അപ്പൊ അയക്ക് BP ഉണ്ടായിരുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇതെല്ലാം കുറച്ചു തരാമെന്നും പറഞ്ഞ് എന്തോ ഒരു ഡയറ്റ്, അതായത് രാവിലെ അവര് ഒരു ഡയറ്റ്, ഉച്ചയ്ക്ക് ഒരു ഡയറ്റ്, രാത്രിയിലുള്ള ഒരു ഡയറ്റ്. എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് അയക്ക് തന്നെ അറിയാൻ പറ്റില്ല. അയാൾ പറഞ്ഞു പ്രോട്ടീനാ കൂടുതലെന്ന് പറഞ്ഞു. പ്രോട്ടീനാണ്, അതായത് കാർബോഹൈഡ്രേറ്റ് കുറവും പ്രോട്ടീൻ കൂടുതലും വന്നു. അപ്പൊ പക്ഷെ എനിവേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ BP കുറഞ്ഞു, അയാളുടെ ഷുഗർ കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. ഹി ബിക്കെയിം വെരി ഹാപ്പി. അങ്ങനെ അയാൾ ഏതാണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് 1 വർഷം കണ്ടിന്യൂ ചെയ്തപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇയാൾക്ക് ക്രിയാറ്റിൻ കൂടി, യൂറിക് ആസിഡ് കൂടി, ആകെ പ്രോബ്ലമായി. അയാൾ അവിടുന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കി. അപ്പൊ അവര് പറഞ്ഞു ഇത് ചില ആൾക്കാരിൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് അത് ഇനി ഇതൊന്നും കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡേഞ്ചറസ് എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീറ്റോണിക് ഡയറ്റോ ആയിരിക്കും, എനിക്കറിയില്ല. അതിന്റെ ഈ പ്രോട്ടീനാ കൂടുതൽ കൊടുക്കുന്നത്. എന്തായാലും അയാള് ഹി ബിക്കെയിം എ ക്രോണിക് ഒരു ഇതായിട്ടുള്ള പേഷ്യൻ്റ് ആയിട്ട് അയാൾ മാറി. അപ്പൊ അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് ഈ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു അസിഡിക് മീഡിയത്തിൽ നിന്ന് ഒരു ആൽക്കലൈനി മീഡിയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് ഞാൻ പറയും. വീക്കിലി വൺസ് ഒരിക്കൽ അയാളുടെ ഉപരിടക്കൽ ഉപവസിക്കാനും പറയും, ആഴ്ച ഒരിക്കൽ. ആ സമയത്ത് നിങ്ങൾ അയാളെ ഉപവസിക്കുക എന്നാൽ ഫ്രൂട്ട്സ് മാത്രം, വേറൊന്നും കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ നിലവിലെ എനിക്ക് 2-3 പേഷ്യൻ്റ്, അവർക്കെല്ലാം നല്ല റിലീഫ് ഉണ്ട്. അതിനകത്ത് ഒരാളൊരു ഒഫ്താൽമോളജിസ്റ്റാണ്. അവര് പിന്നെ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്ന പറയില്ല, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, അത് മോശമല്ലേ പറയുന്നത്. ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അവര് MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ യൂറിക് ആസിഡ് ലെവലും ആർത്രൈറ്റിസും എല്ലാം ഉണ്ട്. നൗ ഷീ ഈസ് ഓക്കെ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ കൊടുത്ത മരുന്ന് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറും ലാക്ടസിസ് 0/3 ആണ്. അതിൽ 4 പിൽസ്, 1 മാസത്തെ 30 പൗഡർ കൊടുത്തു വിടും. അതിലെ ഓരോ ദിവസം ഓരോ പൊടി അവർ കുടിക്കുന്ന വെള്ളത്തിനകത്തിട്ട് കുടിച്ചോളാൻ പറയും. നൗ ഷീ ഈസ് ഓക്കെ. അവർ ഈ തീർന്നു കഴിയുമ്പം എന്നെ വിളിച്ചു പറയും, ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുക്കും വരുന്നത്. അപ്പം കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തിന് നമുക്ക് ഒത്തിരി ആശ്വാസം കൊടുക്കാം. ചില കേസുകളൊക്കെ നമുക്ക് ക്യൂർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ലോങ് റൺ അങ്ങനെ വരുന്നില്ല. പക്ഷെ എനിവേ ഒരു 80-90% നമുക്ക് റിലീഫാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില പേഷ്യൻസ് നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കത്തില്ല, അങ്ങനെ പോകും. അതുകൊണ്ട് ഫുൾ അതിന്റെ ഡേറ്റ എൻ്റെ കയ്യിലില്ല. എനിവേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ.
നിങ്ങൾ അത് നോക്കി അതിന്റെ തെർമൽ റിയാക്ഷൻ നോക്കി മെഡിസിൻ കൊടുക്കുക. വണ്ടർഫുൾ ഇഫക്റ്റ് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. ഇതാ എനിക്ക് പറയാനുള്ളത്. നന്ദി സാറേ. വളരെയധികം പ്രയോജനമുള്ള കാര്യങ്ങളാണ് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. വളരെയധികം നന്ദിയുണ്ട്. ഇനി ആരെങ്കിലും അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് തന്നെ പറയാം. സലിം കുമാർ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം. ഇവിടെ ഹരിഹരൻ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അതുപോലെ വേറൊരു കാര്യം കൂടി അതിനകത്തുണ്ട് സാറേ. പറയൂ. ഓവറായിട്ട് ഡയറ്റിങ് എടുത്തു കഴിഞ്ഞാൽ, പ്രോട്ടീൻ്റെ കാര്യം സാറ് പറഞ്ഞ വേറെ രീതി, അത് പ്രോട്ടീൻ കൂടി പോയിട്ടാണ്. ഓവറായിട്ട് ഡയറ്റിങ് എടുത്തു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് കൂടും. അല്ല, ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ നേർച്ച് ഫാസ്റ്റിംഗ് എടുത്താൽ നല്ലതാ, അത് വ്യത്യാസമുണ്ട് സാറ് പറഞ്ഞ പോലെ. ഫാസ്റ്റിംഗ് നല്ല, പക്ഷെ ഓവറായിട്ട് ഡയറ്റിംഗ് എടുത്ത് സഫീഷ്യന്റ് ഫുഡിനേക്കാൾ വളരെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ യൂറിക് ആസിഡ് അടിച്ചു കയറുകയും അല്ലെങ്കിൽ ജോയിന്റ് വേദന വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ പക്ഷെ നമുക്കത് പൊതുവെ അറിയാം. പിന്നെ സാറ് പറഞ്ഞതിൽ ആൽക്കലൈസറായിട്ട് ഏറ്റവും നല്ല ആൽക്കലൈസർ വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടിയുടെ ജ്യൂസാണ് സാർ കേട്ടാ. പിന്നെ കുമ്പളങ്ങയുടെ കാര്യത്തിൽ കുമ്പളങ്ങ സജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് ചില കോൺസ്റ്റിറ്റ്യൂഷന്റെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ജോയിന്റ് വേദനയൊക്കെ കാരണം, അത് വാദപ്രകൃതിയാ, പിത്തപ്രകൃതി എന്തൊക്കെ പറയില്ലേ, അങ്ങനെ ആളുകൾ കുമ്പളങ്ങ ഭയങ്കര കുഴപ്പം ചെയ്യും. അതുകൊണ്ട് കുമ്പളങ്ങ അവർ ജനറൽ ആയിട്ട്, പക്ഷെ വാഴപ്പിണ്ടി അങ്ങനെ കുഴപ്പം ചെയ്യാറില്ല. വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ഹൈലി ആൽക്കലൈനാണ്. അത് ഈവൻ നമ്മള് മൗത്ത് അൾസറൊക്കെ ഉള്ളപ്പോ വാഴപ്പിണ്ടി കഴിക്കണം നല്ലതാണെങ്കിലും ചിലർക്ക് അത് വായിലേക്ക് വെച്ചാൽ നീറും. അത്ര ആൽക്കലൈനിറ്റി ഉള്ളതാണത്. പിന്നെ സാറ് പറഞ്ഞു വേറൊരു കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ആൽക്കലൈസർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഈവൻ ചോറും നമ്മൾ കഴിക്കുന്ന റൈസും വീറ്റും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അസിഡിഫയർ ആണ്, അസിഡിക് ആക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ കറി അതിന്റെ കൂടെ കഴിക്കാൻ മനുഷ്യൻ ശീലമാക്കിയത്. അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒഴികെ ബാക്കി എല്ലാം തന്നെ അസിഡിക്കാണ്. ഈ പയറുവർഗ്ഗങ്ങളായാലും അങ്ങനെ തന്നെ വരും. നോൺ വെജ് എല്ലാം പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടെ. അപ്പൊ ആൽക്കലൈസറിന്റെ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ പ്രകൃതി. നമ്മള് അത് തന്നെ അറിയാണ്ട് വളരെ കുറച്ച് കളയാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ ഇതായിട്ടുള്ളൂ. ഡോക്ടറെ ഡോക്ടർ പറയുന്ന അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാം. ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പറയട്ടെ. അതായത് അവരുടെയൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഇതൊരു കഷ്ടപ്പെട്ട രോഗമായി. നിങ്ങൾക്ക് ജോലി ചെയ്യണം. നിങ്ങൾ ചെറുപ്പമാണ്, 10-40 അല്ലെങ്കിൽ 45 വയസ്സേ. നിങ്ങൾക്ക് ജോലി ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യണം. നിങ്ങൾക്ക് ഭാര്യയെ നോക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണം, അവരെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ചില ത്യാഗങ്ങൾക്കൊക്കെ തയ്യാറാകും, എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിന് ഞാൻ പറയുന്ന ഒരു ഡയറ്റ് ഡോക്ടറെ, അതായത് ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, പിന്നെ കുക്കുംബർ ഇത്രയും സാധനം മിക്സിക്കകത്തിട്ട് അടിക്കണം പച്ചയ്ക്ക്. നന്നായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് സ്വല്പം ഒരു 5-8-10 തുള്ളി നാരങ്ങ നീര് അതിനകത്ത് ഇട്ടിക്കണം. അത് വലിയ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് വെക്കണം. അത്രയും തന്നെ ചോറേ പാടുള്ളൂ. അത്രയും തന്നെ ചോറേ ഇപ്പുറത്ത് വെക്കാറുള്ളൂ. പിന്നെ കറികള് ഈ രണ്ടിന്റെയും കൂടെ സമമുള്ള കറികള് ഒരു 4 പാർട്ട്. പിന്നെ എന്തെങ്കിലും ഫിഷോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധം ഉണ്ടെങ്കിൽ ഫിഷ് കഴിക്കാം. ഫിഷ് 1-2 പീസ് കഴിക്കുന്നതിന്റെ കുഴപ്പമില്ല. ഒരു വലിയ പ്ലേറ്റില് ഇത്രയും നിങ്ങൾ എടുത്ത് ചോറുമായിട്ട് മിക്സ് ചെയ്ത് വേണം നിങ്ങൾ ഇത് കഴിക്കാൻ. അപ്പൊ അതിൻ്റെയൊക്കെ ചോദിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒഴിക്കണ്ടേ? നിങ്ങൾ അതിന് കൂടുതലും മഞ്ഞപ്പൊടി ഇട്ടിട്ട് മോര് കാച്ചി എടുത്തിട്ട് അത് വെച്ച് നിങ്ങൾ കഴിക്കണം. യാതൊരു കാരണവശാലും ഫീസ്റ്റിനോ എല്ലാം പോകുമെങ്കിൽ മസാല കൈകൊണ്ട് തുടരും. നിങ്ങൾ മസാല തൊട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് വേദന കൂടും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറെ ത്യാഗം ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വേദന കുറയത്തുള്ളൂ. അപ്പൊ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസും കുറയും. നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഈ രീതിയിലുള്ള ഫുഡായിട്ട്. പിന്നെ രാവിലെ നിങ്ങൾക്ക് എന്ത് കഴിക്കണം എന്ന് വെച്ചാൽ
നിങ്ങൾ ഇപ്പം മില്ലറ്റ് പല വിധത്തിലുള്ള മില്ലറ്റ് ഉണ്ട്. അതിൽ റാഗിയുണ്ട്. റാഗിയുടെയൊക്കെ ചെറിയ പുട്ട്, ഡിഫറെന്റ് ടൈപ്പ് എന്നാ വെച്ചാൽ തേങ്ങ നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾ ഉപയോഗിച്ചു, ഒരു റിസ്ട്രിക്ഷനും വേണ്ട. തേങ്ങ നിങ്ങൾ ആവശ്യത്തിന് അതിനകത്ത് ഇട്ട് പുട്ടിന്റെ കൂടെ അതിന്റെ ഇടിയപ്പം ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടുതൽ തേങ്ങ ഉപയോഗിച്ചുകൊള്ളുക. അത് വെച്ച് അത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ കഴിക്കുക. നിങ്ങൾ ദോശയും ഇഡ്ഡലിയും അവോയ്ഡ് ചെയ്യണം. കാര്യം ഇത് രണ്ടും പുളിപ്പിച്ച ഭക്ഷണമാണ്. അപ്പം പുളി എന്ന് പറയുമ്പോൾ അത് അസിഡിക്കാണ്. അതുകൊണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. ഇതുപോലെ രാവിലെയും വൈകിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഷുഗറും കുറയും, നിങ്ങളുടെ ഇതും കുറയും, നിങ്ങളുടെ എല്ലാം കുറയും. നിങ്ങളുടെ രോഗം ഒത്തിരി കുറയും. അത് അങ്ങനെ എന്തിനാ ചെയ്യുന്നേ? നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കിഡ്നി ഡാമേജ് ചെയ്യും, ലിവർ ഡാമേജ് ചെയ്യും. നമ്മളൊരു ക്ലാസ് കൊടുത്തു കഴിയുമ്പം അവർക്ക് അതിന് ബോധ്യം വരും. ചില ആൾക്കാർ രോഗം ഭേദമാണെന്നുള്ള ആൾക്കാർ അത് സ്വീകരിക്കും. അല്ലാത്തവര് ഗുളികയും തിന്ന് ചത്തും. അല്ല, ഈ പയറ് അസിഡിക്കാണ്, പക്ഷെ പയറ് മുളപ്പിച്ച അതിന്റെ അസിഡിറ്റി പോയി. ആൾക്കാരാവും അത് വെച്ചോളാം. പയറ് മുളപ്പിച്ച് കഴിക്കാം. സ്പ്രൗട്ടിങ് അത് തലേ ദിവസം ഈ തുണിക്കകത്ത് കെട്ടി വെച്ചാൽ മതി. നേരം വെളുക്കുമ്പം സ്പ്രൗട്ട് ചെയ്തിരിക്കും. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് കഴിക്കണം നല്ലത്, കുറച്ചുകൂടി മുള വരും. സാറേ വേറൊന്ന് ചോദിച്ചോട്ടെ, സാറ് ഈ എന്തുകൊണ്ടാണ് മോര് കാച്ചിയത് പറഞ്ഞ പച്ചമോരാക്കിയാലും കുഴപ്പം? പച്ചമോരാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് പച്ചമോര് ശരി സത്യം. പച്ചമോര് കഴിച്ചു കഴിഞ്ഞാൽ സമയം കഫക്കെട്ടുണ്ടെന്നൊക്കെ. ഇതാണെങ്കിൽ ഈ മഞ്ഞളുണ്ടല്ലോ ഡോക്ടറെ, കുർക്കുമ ലോങ്ക എന്ന് പറയുന്ന സാധനം വെരി ഗുഡ് മെഡിസിൻ, വെരി വെരി ഗുഡ് മെഡിസിൻ. നമ്മളെ ഈ വരുന്ന പേഷ്യൻസിനൊക്കെ ഈ ചില കേസിലൊക്കെ കുർക്കുമ ലോങ്ക, ഞാൻ സാധാരണയായിട്ട് വയറിന് പ്രശ്നം വരുന്ന പേഷ്യൻസിനൊക്കെ ഞാൻ കുർക്കുമ ടിഞ്ചർ കൊടുക്കാറുണ്ട് വയറിന്. അതുപോലെ തന്നെ ഈ വലിയ രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് കുർക്കുമ ഇവിടെ നിന്ന് കൃഷി ചെയ്ത കുർക്കുമ ഉണക്കി പൊടിച്ച് ഒത്തിരി പേര് അമേരിക്കയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവര് രാവിലെ അതെടുത്ത് ചൂടുവെള്ളത്തിനകത്തിട്ട് കുടിക്കും. മഞ്ഞൾ അസാമാന്യ മെഡിസിൻ, ഈവൻ ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യുമെന്നാണ് അതിന്റെ ബെർബറിസ് ഹൈഡ്രോക്ലോറൈഡോ അങ്ങനെ എന്തോ ഒരു സാധനം അതിനകത്തെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കുർക്കുമ ലോങ്ക നമുക്ക് ടിഞ്ചറായിട്ട് കിട്ടും കുർക്കുമ. അതൊക്കെ നമുക്ക് അതുകൊണ്ട് മഞ്ഞപ്പൊടി കൂടുതൽ ഇട്ടിട്ട് മോര് കാച്ചി കഴിക്കാൻ പറയും. മോര് കാച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഒഴിച്ച് കഴിച്ചോളാൻ പറയും. ഇതാണ് എന്റെ യൂഷ്വൽ. കുമ്പളങ്ങ മോര് കാച്ചിയത് വളരെ നല്ല സാധനം ആണോ? നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴല്ലേ വയറിന് ഏറ്റവും നല്ലതാണ്. കുമ്പളങ്ങ മോര് കാച്ചിയത് ഈക്വൽ ടു ഒരു എന്താണ് പറയുക, എന്താണ് ഒരു അരിഷ്ടത്തിന് തുല്യമാണെന്നാ പറഞ്ഞത്. ആണോ? ആയുർവേദ വൈദ്യം പറഞ്ഞു. ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഡോക്ടറെ ആക്ച്വലി കൂഷ്മാണ്ഡമാണ്. കൂഷ്മാണ്ഡത്തിന്റെ ലേഹ്യമുണ്ട്. കൂഷ്മാണ്ഡ ലേഹ്യമുണ്ട് ആയുർവേദക്കാർക്ക്. കൂഷ്മാണ്ഡകൃതമുണ്ട്. അതെ, കൂഷ്മാണ്ഡകൃതമുണ്ട്. അല്ലെങ്കിലും കുമ്പളങ്ങ അത് തന്നെ. കുമ്പളങ്ങ പല ടൈപ്പ് ഉണ്ട് ഡോക്ടറെ. ഞാന് പറയുന്ന കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങയുടെ കാര്യമാണ്. ചെറുത് അതിന് മറ്റു കുമ്പളങ്ങയെക്കാട്ടിലും വില കൂടുതലാണ്. ഈ കുമ്പളങ്ങ കൊണ്ട് തന്നെ ഈ വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു സ്റ്റൂ ഒരു പ്രത്യേക രീതി ശരിക്കാണെങ്കിൽ നല്ലൊരു കറിയാണ്. അത് വേവിച്ചിട്ട് മറ്റു പച്ചമുളകോ എല്ലാം ഇട്ട് ലാസ്റ്റ്, അതായത് പിന്നെ എടുക്കരുത്. പിന്നെ അതെടുത്തിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം. ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഉപ്പും മുളകും എല്ലാം ഇത് നല്ല ഇതായിട്ട് കിട്ടും. ഓലം പോലെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഫുഡാണ് ഡോക്ടറെ ഒരു മെയിൻ ഘടകം. ഈ രോഗത്തിന്റെ എല്ലാം മിക്കവാറും വരുത്തി വയ്ക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പൊ വന്നിരിക്കുന്ന രോഗങ്ങൾ മിക്കവാറും എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് മിക്കവാറും എല്ലാം. അത് എന്തുകൊണ്ട് ഇത് തിന്ന് എൻ്റെ വൈഫിന്റെ വീട്ടില്
ഒരു പശു ഉണ്ടായിരുന്നു. അപ്പൊ ആ പശു നല്ല ഒരു ഉഗ്രം പശുവായിരുന്നു. അപ്പൊ അതിന്റെ തലയിൽ ഒരു മുഴ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ ഫാദറിൻലാ പറഞ്ഞു, ഈ മുഴ ഉള്ള പശു ഇത് ക്യാൻസർ ആയിരിക്കും, നമുക്ക് വെറ്ററിനറി ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. വെറ്ററിനറി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഇത് മിക്കവാറും ക്യാൻസറിന്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതിനെ എന്ത് ചെയ്യും? അപ്പൊ ഒരാള് വന്നു ചോദിച്ചു, പശുവിനെ ഇങ്ങനെ വെറ്ററിനറി ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പശു ഉണ്ടെന്ന് പറഞ്ഞു, തരുമോ അമ്മാന്ന് ചോദിച്ചു. അപ്പൊ ഇതിനെ വെട്ടി. അപ്പൊ അയാളൊക്കെ ചോദിച്ചു, ഇത് പറഞ്ഞു, വൈഫിന്റെ അമ്മ ചോദിച്ചു, നിങ്ങൾ ഇതിനെ വെട്ടി കൊന്ന് ഇത് ചെയ്യാനാണോ? ഞങ്ങൾ ഇതിനൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് രോഗമൊക്കെ ഭേദമാക്കാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ വാങ്ങിച്ചുകൊണ്ട് പോകും. അയാൾ അങ്ങനെ ചെയ്യാൻ പോകും. അയാൾ വെട്ടി ഇറച്ചിയാക്കി വിറ്റു. ആ ഇറച്ചിയാണ് നമ്മുടെ പ്ലേറ്റിലേക്ക് വരുന്നത്, ബീഫ് എന്നും പറഞ്ഞു വരും. ഞങ്ങളുടെ നാട്ടിൽ താറാവ് വസന്ത വരും. താറാവ് വസന്ത വരുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് താറാവ് ചാവും, ആയിരക്കണക്കിന്. അപ്പൊ അതിന് ഗവൺമെന്റിൽ നിന്ന് പൈസ കൊടുക്കും. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് ആള് വന്ന് ഈ താറാവുകളെ എണ്ണിക്കഴിഞ്ഞിട്ട് ഇതിനെ എന്തിനാ കൂട്ടത്തോടെ ഇട്ട് തീയിട്ട് നശിപ്പിക്കും. നമ്മുടെ തോട്ടപ്പള്ളി, പുറക്കാട് അങ്ങനെയുള്ള ഏരിയകളിൽ. പക്ഷേ ബുദ്ധിയുള്ളവന്മാർ എന്തിനൊക്കെയെന്നറിയാമോ? ഇത് തൂങ്ങുന്നെന്ന് കാണുമ്പോഴേ ഇതിനെയെല്ലാം കൊന്ന പൂടയൊക്കെ പറിച്ച് മുട്ടപ്പനാക്കി ഡ്രസ് ചെയ്ത് ഫ്രീസറിൽ ആക്കി. താറാവസന്തയെല്ലാം പോയി കഴിയുമ്പോൾ ഈ നേരെ മാർക്കറ്റിലേക്ക് വരും. മാർക്കറ്റിലെ വന്ന് കടക്കാർക്കെല്ലാം കൊടുക്കും. നമ്മുടെ ആൾക്കാർ അത് ടേസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ ഇറച്ചിയുടെ കാര്യം. ഇതൊക്കെയല്ലേ നമ്മൾ തിന്നുന്നത്. എങ്ങനെ രോഗം വരാതിരിക്കും? നിങ്ങൾക്ക് കോഴി ഇറച്ചി കഴിക്കണമെങ്കിൽ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ അതിനെ കൊന്ന് അതിന്റെ ഇറച്ചി എടുത്ത് കഴിച്ചോളുക. ഒരു സാധനം പോലും ഇപ്പൊ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്തെല്ലാം തലേ ദിവസം ഉണ്ടാക്കിയ സാധനങ്ങൾ, അതുപോലെ തന്നെ വെറും ഡീക്കെയ്ഡ് ആയിട്ടുള്ള എന്തുമാത്രം സാധനങ്ങളാണ് ഇപ്പൊ വരുന്ന ഈ സ്കൂളുകൾ. നിങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, കേട്ടോ ഡോക്ടറെ. ആരെങ്കിലും സംസാരിക്കാതെ ഞാൻ ഉടൻ നിർത്തിയേക്കാം. ഈ എക്സ്കർഷന് പോയിട്ട് വരുന്ന കുട്ടികളെ, മിക്കവാറും കുട്ടികളെല്ലാം വരുന്നത് വയറിളക്കവും ഛർദിയായിട്ടാണ്. നമുക്ക് കിട്ടാറുണ്ട്, ഒത്തിരി കുട്ടികളെ ഇങ്ങനെ കിട്ടാറുണ്ട്, ഡിസ്പെൻസറി വരുമ്പോഴത്തേക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിന് സാധാരണഗതിയിൽ ഞാൻ അതിന് കൊടുക്കുന്ന ആഴ്സനിക് ആൽബ് 200 3 ഡോസ് കൊടുക്കും, 3 ഡോസ്. പിന്നെ വേണ്ടി വന്നാൽ പൾസാറ്റിലേയും കൂടെ കൊടുക്കും. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ഈ പന്ന സാധനങ്ങൾ, ഈ ചീത്ത സാധനങ്ങളെല്ലാം തിന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വയറ്റിൽ അസുഖമായിട്ട് വരുന്നത്. ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാറത്തേയില്ല, വലിയ പ്രയാസമാണ് ചില കുട്ടികൾ മാറാനായിട്ട്. ചിലത് ഡയറിയൊക്കെ പിടിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ മാറുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫുഡിന്റെ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് വെക്കണം. എന്നിട്ട് നമ്മൾ ഡോക്ടേഴ്സ് നമ്മളാണ് ഇത് പ്രചരിപ്പിക്കേണ്ടത്. ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. എൻ്റെയൊക്കെ ഒരു പേഷ്യന്റ് വലിയ തിരക്കില്ലാതിരിക്കുവാണെങ്കിൽ, ഈ അസുഖമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ സ്കൂളുകാരുമായിട്ട് ചെറിയ വഴക്കുണ്ടായി. എൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്, വലിയ സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ. കൊച്ചു പിള്ളേർ തൊട്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ഡിസ്പെൻസറിയുടെ അവിടെ എഴുതി വെച്ചു, ബേക്കറി സാധനങ്ങൾ രോഗമുണ്ടാക്കും, കുട്ടികളുടെ വിശപ്പില്ലാതാക്കും, അതിനാൽ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഒരു ബേക്കറിക്കാരൻ മരുന്ന് വന്നു. പല ടൈപ്പ് ആൾക്കാരില്ലേ, ബേക്കറി അയാൾ എൻ്റെ ഡിസ്പെൻസറി വന്നു കഴിഞ്ഞിട്ട് അയാൾ വലിയ പ്രശ്നം ഉണ്ടായി. ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുക, എന്താ ഡോക്ടറെ, ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കുകയാണ്. ഞാൻ പറയും, നിങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കാനല്ല, ഒത്തിരി പിള്ളേര് ബേക്കറി സാധനങ്ങൾ തിന്നിട്ട് ഈ അസുഖങ്ങളുമായിട്ട് വരുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു PTA മീറ്റിങ്ങിന്, അവിടുത്തെ ഒരു സ്കൂളിലെ PTA മീറ്റിങ്ങിന് ഒരു രക്ഷകർത്താവിനെ ഞാൻ ചട്ടം കിട്ടി. അവിടുത്തെ PTA മീറ്റിംഗ് കൂടുമ്പോൾ നിങ്ങൾ പറയണം, പിള്ളേർക്ക് ഒരു ഈ ചെറിയ സാധനം കൊടുത്തു വിടുന്ന ഒരു പതിവുണ്ട്. എന്തായാലും സ്നാക്സ്. ഈ സ്നാക്സ് കൊടുത്തു വിടുന്ന എല്ലാം ഉണ്ടല്ലോ, ഈ ബേക്കറി സാധനമാണ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് അതുങ്ങൾ അവിടെ കൊണ്ടുചെന്ന് ഇത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ണത്തില്ല. ഈ ചോറ് ഒന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും, അത് കളയും.
കാര്യം വിശക്കത്തില്ല. 10 മണിയോ 11 മണിയോ ആകുമ്പം ഈ കുന്തം കഴിച്ചാൽ എങ്ങനെ വിശക്കാനാ? അപ്പം അത് അങ്ങനെ അത് ഞാൻ അവിടെ പറഞ്ഞിട്ട് ആ സ്കൂളുകാരുടെ ഒക്കെ പറഞ്ഞു. സ്കൂളുകാര് അത് സ്റ്റോപ്പ് ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം രക്ഷകർത്താക്കന്മാര് സ്കൂളുകാരുടെ നേരെ എത്തി. എന്താണെന്നറിയാമോ? ഞങ്ങൾ രാവിലെ എന്തോ കൊടുത്തു വിടും കുട്ടികൾക്ക്. ഞങ്ങൾക്ക് രാവിലെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് വല്ല ഉണ്ടാക്കാനുള്ള സമയമുണ്ടോ? അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് രക്ഷകർത്താക്കൾ അവരുടെ നേരെ. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഈ കുട്ടികളെ സ്നാക്സ് ഫ്രൂട്ട്സ് ആക്കിയാൽ മതി സാറേ. അപ്പൊ ഡോക്ടറെ വേറെ പ്രശ്നം എന്താ അറിയാമോ? ഈ ഫ്രൂട്ട്സ് പൊതുവെ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പിള്ളേർക്കൊന്നും ഫ്രൂട്ട്സ് അത്ര പിടുത്തമില്ല. ശരി. ഈ പിള്ളേർക്കൊന്നും ഫ്രൂട്ട്സ് അത്ര പിടുത്തമില്ല. അവർക്ക് ആവശ്യം ഈ പക്കാവട, പരിപ്പുവട, പിന്നെ ഈ കേക്ക്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇതിപ്പം വന്നപ്പോ എന്ത് പറ്റി? ഈ ഒരു കൊച്ചൻ കേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചോ, ഈ കൊച്ച് ഇഡ്ഡലിയും കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ അട കൊണ്ടുവന്നു. ആ അട കൊച്ച് ദൂരെ കളഞ്ഞിട്ട് അവന്റെ കേക്ക് വാങ്ങിച്ചു. കാര്യം പിള്ളേർക്ക് ഇഷ്ടമില്ല. എന്തിനു പറയുന്നു? വീട്ടിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ഇടപാടാണ് എൻ്റെ വീട്ടില്. കാക്കകൾക്ക്, അണ്ണാന്, പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു പതിവ്. ചിലപ്പം അന്ന് കൊടുക്കാനായിട്ട് ചോറോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വീട്ടില് ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എനിക്കൊരു പൂച്ചയുണ്ട്. ആ പൂച്ചക്ക് കപ്പ വറുത്തത് തിന്നാനായിട്ട്. ഈ കപ്പ വറുത്തത് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് അവിടെ കിടക്കും, കപ്പ വറുത്തത് തിന്നുകൊണ്ട് പോകും. അപ്പം ഈ പക്ഷിമൃഗാദികൾക്ക് പോലും ബേക്കറി സാധനമായി. അത് പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. അതുകൊണ്ട് ഈ ബേക്കറി സാധനമാണ് രോഗങ്ങൾ കൂടുതൽ. ഡോക്ടറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ നാട്ടിലെ 2 സൈസ് കടകളാണ് ഇപ്പൊ കൂടി വരുന്നത്. ഏതൊക്കെയാ? ഒന്ന് മെഡിക്കൽ ഷോപ്പ്, ഒന്ന് ബേക്കറി. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ മിക്കവാറും ബേക്കറികൾ ഇങ്ങനെ കൂടി വരിക. അതുപോലെ മെഡിക്കൽ ഷോപ്പുകൾ, എത്ര മെഡിക്കൽ ഷോപ്പുകളാണ് കൂടി വരുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നത്. പിന്നെ ഈ ലിക്കർ ഷോപ്പുകൾ, ബാറുകൾ, ഇത് 3ഉം കൂടെ ആകുമ്പോൾ ശേലായി. പിന്നെ രോഗത്തെ അന്വേഷിച്ചെങ്ങും പോകണ്ട. അത് മാത്രമല്ല സാറേ, ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട, വൈകിട്ടാകുമ്പോ എല്ലാരും കൂടെ പുറത്തു പോയി കഴിക്കുക. അതെ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് ഈ വളരെ ശരിയാ. എല്ലാരും അത് തന്നെയാണ്. അതായത് ഡോക്ടറെ പൊറോട്ടയും ബീഫും ആണ് മിക്കവാറും ഇപ്പൊ പിള്ളേർക്ക് മതി. പൊറോട്ടയും ബീഫും. ഇപ്പൊ സാറേ വേറെ സംഭവമുണ്ട്. ഇപ്പൊ എറണാകുളത്തൊക്കെ ഈ നമ്മള് സോഷ്യൽ മീഡിയയിൽ കൂടി ഭയങ്കരമായിട്ട് പരസ്യം ചെയ്യും, നല്ല ബിരിയാണി ഞങ്ങളുടെ എന്നൊക്കെ. അപ്പൊ ഇവർക്ക് ഒരുപാട് ഓർഡറുകൾ വരും. അത് ഈ സ്വിഗ്ഗി അങ്ങനെയുള്ള സൊമാറ്റോക്കാരാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നിടത്തൊന്നും ഇതിന്റെ യാതൊരുവിധ ബോർഡ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തൊരു വീട് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഒരു കോമ്പൗണ്ടിൽ ഒറ്റപ്പെട്ട ഒരു ബിൽഡിങ്. അവിടെ ഞാൻ അപ്പൊ എണ്ണിയ ഒരു 30ഓളം വണ്ടികൾ ബൈക്കുകാർ ഇരിപ്പുണ്ട്. കാര്യം അവിടെ നിന്ന് ബിരിയാണി അതൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ എനിക്ക് പോകേണ്ട വീട്ടിലേക്ക് ഒരു ഷോർട്ട് കട്ടായിട്ട് ഈ പറമ്പിനകത്തൂടി ഞാൻ പോയി. സത്യം പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ആ ഒരു സ്ഥലത്തുകൂടി എങ്ങനെ ഞാൻ അപ്പുറം കടന്നറിയില്ല. അതിനകത്തോട്ട് നോക്കിയിട്ട് വലിയ ഷീറ്റൊക്കെ ഇട്ട് മറച്ച ഒരു ബിൽഡിംഗ് ആണ്. അതിന്റെ തറ മുതൽ എത്രത്തോളം വൃത്തികേട് തന്നെ. അപ്പൊ ഇവര് ഞാൻ ഈ സൊമാറ്റോക്കാരൻ ചോദിച്ചപ്പോ അവര് ഇതിനകത്ത് പരസ്യപ്പെടുത്തിയേക്കണം, ഭയങ്കര പരസ്യമാണ് അവരുടെ സാധനം അത്ര അപ്പടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്ഥാപനം എവിടെയാണെന്നുള്ളതിന് യാതൊരു അറിയിപ്പുണ്ടാവില്ല, ഫോൺ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കും അറിയാൻ പാടില്ല സ്ഥാപനം എന്താണെന്നുള്ളത്. കാര്യം സ്ഥാപനത്തിന്റെ ബോർഡില്ല. അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അതിന്റെ കോമ്പൗണ്ടിലോട്ട് കടന്നാൽ അതിന്റെ ബേസ് തറയില്, അതിന്റെ വിശാലമായ അടുക്കളയൊക്കെ തറയൊക്കെ കിടക്കണ കണ്ടിട്ട് അറയ്ക്കുന്നു. അതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മള് ഹോമിയോ ഡോക്ടർമാര് നമ്മള് ഇതിന്റെ ഈ ഹെൽത്തി ഫുഡിന്റെ അഡ്വക്കേറ്റ്സ് ആയിരിക്കും. ഹെൽത്തി ഫുഡേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒരു ചെറിയ സമയം അതിനെടുക്കണം. ഞാനെടുക്കും ഒരു ചെറിയ സമയം, ഞാൻ എടുത്ത് ഒരു ചെറിയ ക്ലാസ് പോലെ എടുത്ത് ഇതിന്റെ ദോഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും.
അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് പറയണം എന്താന്ന് വെച്ചാൽ അതൊരു ധർമ്മമാണ് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മളത് പറഞ്ഞു. ഈ ഇറച്ചി എന്ന് പറയുന്ന സാധനം മീറ്റ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് എനർജി ഉണ്ടാകുമെന്ന ഒത്തിരി പേരുടെ വിചാരം. അത് അങ്ങനെ ആ വിചാരം നമ്മൾ മാറ്റിയെടുക്കണം. ഇറച്ചി ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ വെജിനേക്കാൾ 7 ഇരട്ടി എനർജി ബോഡിക്ക് ആവശ്യമുണ്ട്. അതിന് കിട്ടുന്നത് എനർജി കൂടുതലാണെങ്കിലും അത്ര എനർജി ആവശ്യമുണ്ട്. ഡോക്ടറെ, ഇതെല്ലാം പ്യൂട്രിഫൈഡ് ആണ് മിക്കവാറും എല്ലാം. അല്ല, അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബോഡിയുടെ എനർജി റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. അതെ. അങ്ങനെ ഇന്ന് നമ്മളുടെ യൂറിക് ആസിഡിന്റെ ചർച്ച ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. നമുക്ക് സമയം ഇനി 6 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി ഡോക്ടറെ, ഒരു കാര്യം കൂടെ, അതായത് ഈ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കുന്ന കുട്ടികളുടെ പേരൻസിന്റെ അടുത്ത് പറയേണ്ടത്, നിങ്ങൾ ഈ കൊടുക്കുന്ന ഇതുണ്ടല്ലേ മറ്റേ കുർക്കുറെ, ലേസ്, ഈ സാധനമൊക്കെ ഒന്ന് കരിച്ചു നോക്കാൻ പറയണം. തീയിലിട്ട് ഒന്ന് കരിച്ചു നോക്കാൻ പറയണം. അവസാനം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ കണ്ടന്റ് ഉരുക്കിയാൽ എങ്ങനെ കിട്ടും അതേപോലെ ഒരു സാധനം ഗ്രാനുൾസ് പോലെ കിട്ടും. അപ്പൊ ഇതിലൊക്കെ പ്ലാസ്റ്റിക് അവർ കോട്ടിങ് വരെ, അതായത് അത് അന്വേഷിച്ചപ്പോ പറയുന്നത് അവരിത് ചെയ്യുന്ന ഓയിലില് ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങിട്ടേക്കുന്നാണ് പറഞ്ഞത്, ചിപ്സ് ഒക്കെ ഇത് ചെയ്യുന്നതിൽ. അപ്പൊ അത് ഉരുകിയിട്ട് ഇതിലൊക്കെ ഒരു കോട്ടിങ് പോലെ, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോട്ടിങ് ആയിരിക്കും. അതുകൊണ്ടുള്ള ഗുണം അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് എത്ര നാളിരുന്നാലും കളർ മാറത്തില്ല, ചീത്തയാവത്തില്ല. ഇതാണ് വാങ്ങി വളരെ ശരിയാ ഡോക്ടറെ. ഞാൻ ഒരു ഷോക്കിംഗ് ന്യൂസ് പറയാം. അമേരിക്കയില് 2 ശാസ്ത്രജ്ഞന്മാര്, നിങ്ങളെല്ലാം വായിച്ചു കാണും, ഈ കുപ്പിവെള്ളത്തിൽ കുപ്പിവെള്ളത്തിന്റെ റിസർച്ച് ചെയ്തപ്പോ എന്താ സംഭവം എന്നറിയാമോ? നാനോ പാർട്ടിക്കിൾസ് ഓഫ് പ്ലാസ്റ്റിക് ഈ കുപ്പിവെള്ളത്തിനകത്തുണ്ട്. നമ്മളെല്ലാവരും കുപ്പിവെള്ളമല്ലേ, ഒത്തിരി പേര് യാത്ര പോകുമ്പോൾ, ഞാൻ കുടിക്കാറില്ല, ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകത്തു. ഈ കുപ്പിവെള്ളം കുടിക്കുമ്പോ നാനോ പാർട്ടിക്കിൾസ് ഓഫ് പ്ലാസ്റ്റിക് ഈ കുപ്പിവെള്ളത്തിലുണ്ട്. വായിച്ചോ? നിങ്ങളെല്ലാരെങ്കിലും വായിച്ചായിരുന്നോ? കുപ്പിന്ന് തന്നെ കയറും. നാനോ പാർട്ടിക്കിൾസ് ഓഫ്. ഡോക്ടറെ, അത് ഗ്ലാസ് ബോട്ടിലെ പ്രശ്നമില്ല, പ്ലാസ്റ്റിക് ബോട്ടിലെ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. ഗ്ലാസ് ബോട്ടിൽ പ്രശ്നമില്ല. ഗ്ലാസ് ബോട്ടിൽ ഇപ്പൊ ഇല്ലല്ലോ ഡോക്ടറെ. മാത്രമല്ല, നമ്മള് വഴിയിൽ നിന്ന് വാങ്ങിക്കും സാധാരണ പെറ്റ് ബോട്ടിൽസ് ഇല്ലേ, ഈ പെറ്റ് ബോട്ടിലെ കുപ്പിവെള്ളം അത് രണ്ടാമതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് സർക്കാരിന്റെ തന്നെ നിർദ്ദേശമുണ്ട്, ഇതിൽ കിടപ്പുണ്ട്. നമ്മള് വീണ്ടും ഒരിക്കൽ വെള്ളം എടുക്കാൻ കുപ്പി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഈ ഹരിഹരൻ സാർ പറഞ്ഞ നാച്ചുറോപ്പതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഹരിഹരൻ സാർ പറഞ്ഞു തന്നത്. പക്ഷെ നമ്മളെ പൊതുവെ കാണുന്ന പേഷ്യൻസിന്റെ ഒരു പ്രശ്നം, അവർക്ക് വയറ് നിറച്ച് ആഹാരം എല്ലാം കഴിക്കണം, വയറ് നിറച്ച് മരുന്നും അവർ കഴിച്ചോളും. വേണ്ടി വന്നാൽ നേരത്തെ ചത്തുപോകാനും അവർക്ക് കുഴപ്പമൊന്നുമില്ല, ആളുകളെ സംബന്ധിച്ച്. അപ്പൊ ഇതിപ്പോ ഈ സാറ് പറഞ്ഞ എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സിന്റെ ഇടയിൽ നമുക്കിത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സാറ് പറഞ്ഞ പോലെ ഈ കൊച്ചു പിള്ളേർക്ക് ഈ ചക്ക അടയും ചക്കപ്പഴം ഒന്നും വേണ്ട, അവരുടെ ടേസ്റ്റ് പെട്ട മാറിയിരിക്കും. ഇപ്പോഴത്തെ ബേക്കറി സാധനങ്ങളിലെല്ലാം കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാകുന്ന സാധനങ്ങൾ വരെ അവർ ചേർക്കുന്നുണ്ട്. അത് കഴിക്കുന്ന കുട്ടി പിന്നെ അതേ കഴിക്കത്തുള്ളൂ. പലരും വന്ന് കുട്ടി വിശപ്പില്ല, ഒന്നും കഴിക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയാം. അപ്പൊ ഞാൻ കേൾക്കും, അപ്പം ഒരു കവർ ചിപ്സോ ഏതെങ്കിലും, അത് ഒരു കവർ ഒറ്റ അടിക്ക് തന്നെ ഇരുന്ന് തിന്നും. അപ്പം കുട്ടിക്ക് അതാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. അപ്പം കുട്ടി അതിന് അഡിക്റ്റ് ആണ്. അതൊരു വലിയ വിഷയമാണ്. അത് നമ്മളെ എന്തായാലും ഇത്രയും നമ്മൾ ഇരുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പം കൊച്ചു കുട്ടികൾക്ക്, അതായത് ഈ പ്രസവിച്ച് കഴിഞ്ഞ ഇതൊക്കെ കാണാനും പിടിക്കാനും ഒക്കെ ആകുന്ന സമയത്ത് മൊബൈൽ ഫോൺ കൈ കൊടുക്കുന്നു. ഇപ്പൊ ഒത്തിരി പേരൻസ് ചെയ്യുന്നതാണ്. ഈ കൊച്ചു കുട്ടികളില് ഈ മൊബൈൽ ഫോണിന്റെ ഈ വേവ്സ് ബ്രെയിനിൽ ചെന്നിട്ട് ട്യൂമർ ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒത്തിരി കുട്ടികളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു, തലയിൽ ട്യൂമർ ഉണ്ടാവുക. അതിന്റെ കാരണം ആ ഡോക്ടർ പറഞ്ഞത്, ശ്രീചിത്രയിലെ ഡോക്ടർ പറഞ്ഞത് ഇതാണ് കാരണം പറഞ്ഞത്. കൊച്ചു കുട്ടികൾ, അതായത് ഉറങ്ങാൻ നേരത്ത് ഈ മൊബൈൽ ഫോണ് എടുത്ത് ഓൺ ചെയ്ത് പാട്ട് വെച്ച് ഈ കൊച്ചിന്റെ അടുത്ത് പാട്ട് കേട്ട് കൊച്ചു കിടന്നുറങ്ങും.
പക്ഷേ ഈ ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ്സ് ഇത് ബ്രെയിനിലേക്ക് ചെന്നിട്ട് കൂടുതലായിട്ട് അത് വൈദ്യ ചെയ്ത് അവിടെ ചെറിയ ട്യൂമേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ ഈ ഫോറത്തിൽ പറയുന്നു, നിങ്ങളോ നിങ്ങളുടെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ മരുന്ന് വാങ്ങിക്കാൻ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പം നമ്മുടെ തന്നെ ഡിസ്പെൻസറി കാണാൻ മേലെ കൊച്ചു ആക്രാന്തം പിടിച്ച് കരയുക ഡിസ്പെൻസറി കയറുമ്പോൾ. എന്താ കാര്യം? കൊച്ചിൻ്റെ ഒക്കെ ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചതാണ് കാര്യം. എന്നിട്ട് ഈ ഓപ്പറി കൊച്ച അതിനകത്തിട്ട് കുത്തുക അവിടെ ഇവിടെ. ഇതിന് ചെവിക്കകത്ത് വെച്ച് കൊടുത്താൽ ഈ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും. ഡോക്ടറെ അത് മാത്രമല്ല ഈ കുട്ടികളെ തള്ളമാരെ ആഹാരം അവർ കഴിക്കാത്തതുകൊണ്ട് അവരെന്താണ് ഈ മൊബൈലിൽ കാർട്ടൂണോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് കാണിച്ചാണ് ആഹാരം കൊടുക്കുന്നത്. കുട്ടികളുടെ ഫുഡിന്റെ ഡൈജഷൻ പോലും നടക്കത്തില്ല. കാരണം അവരുടെ കോൺസെൻട്രേഷൻ വേറെയാണ്. കാരണം ചൂയിങ് പ്രോസസ്സ് ഓരോന്നും നടത്തുമ്പോൾ ഫസ്റ്റ് ഡൈജഷൻ വായിൽ വെച്ചും അങ്ങനെ ആ നടക്കുന്ന പ്രോസസ്സേ തെറ്റുകയാണ്. കാരണം കുട്ടിയുടെ കോൺസെൻട്രേഷൻ വേറെയാണ് ഫുഡ് കഴിക്കുന്നതിലല്ല. ഇതൊക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം പാരന്റ്സിന്. അതെ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് നമ്മുടെ സമയം പോകുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ധനേഷ് ഡോക്ടർ, PK വിഷ്ണുരാജൻ ഡോക്ടർ, രമാദേവി ഡോക്ടർ, ഹരിഹരൻ ഡോക്ടർ, സരിത് കുമാർ ഡോക്ടർ, സനിൽകുമാർ ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ, ഇത്രയും പേരിൽ നിന്ന് നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഇന്ന് ലഭിച്ചത്. എല്ലാവർക്കും, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ കേൾക്കാനായി ഇരുന്ന എല്ലാവർക്കും വളരെയധികം പ്രയോജനം ഈ ചർച്ച മൂലം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി. നാളെ ശ്രീധരക്കുറുപ്പ് സാറിന്റെ ചികിത്സാനുഭവങ്ങളാണ് നമ്മുടെ വേദിയിൽ പങ്കുവെക്കുന്നത്. അതിന്റെ